മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധിക പർവം, ആശ്രമവാസിക പർവവും കഴിഞ്ഞ് മൗസല പർവ്വത്തിലെ യാദവന്മാർ മദ്യസേവ കഴിഞ്ഞ് തമ്മിലടിച്ച് മരിക്കുന്നതും, ശ്രീകൃഷ്ണനും ബലരാമനും മരിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നതും, ദ്വാരക കടലിൽ മുങ്ങിപ്പോകുന്നതും, അർജുനൻ നിസ്സഹായാവസ്ഥനായി ആദ്യമായി പരാജയത്തിന്റെ രുചി അറിഞ്ഞതും വരെയാണ് മൗസല പർവം അഥവാ 16ാം പർവ്വത്തിലെ ചുരുക്കം. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി മഹാഭാരതത്തിലെ 17ാമത്തെ പർവ്വമാണ് മഹാപ്രാസ്തനിക പർവം. തുടരുന്നു. അർജുനൻ ഒരുവിധം അങ്ങനെ ശ്രീകൃഷ്ണന്റെ നാട്ടിലുള്ളവരെ എല്ലാം രക്ഷിച്ച് തന്റെ പരാജയത്തിന്റെ രുചി സഹിക്കുവാനാകാതെ വ്യാസാശ്രമത്തിൽ പോയതുവരെയാണല്ലോ പറഞ്ഞു നിർത്തിയത്. അർജുൻ അവിടുന്ന് വ്യാസാശ്രമത്തിൽ നിന്ന് ഹസ്തിനാപുരത്തിലേക്ക് തിരികെ എത്തി. അവിടെ എല്ലാവരും അക്ഷമരായ അർജുനനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മ്ലാനവദനരും നിരാശനുമായി വന്നു കയറിയ അർജുനനെ കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് യുധിഷ്ഠിരനും ഭീമനും തോന്നി. അർജുനൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ അവരെല്ലാം ജിജ്ഞാസയോടെ കാതുകൂർപ്പിച്ചു. കൃഷ്ണനും ബലരാമനും സ്വർഗാരോഹണം ചെയ്തതും ദ്വാരക ആഴിയിലാണ്ടുപോയതും യാദവർ തമ്മിൽ തല്ലിമരിച്ചതുമെല്ലാം അർജുനൻ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം തുടർന്നു. എന്റെ ശക്തി പോലും ക്ഷയിച്ചു പോയിരിക്കുന്നു. വഴിയിൽ വെച്ച് ഏതാനും ആട്ടിടയന്മാർ എന്നെ തോൽപ്പിച്ചു. യാദവരിൽ ശേഷിച്ചവരെ ഇന്ദ്രപ്രസ്ഥത്തിലും കുരുക്ഷേത്രത്തിലുമായി കുടിയിരുത്തി. അനിരുദ്ധന്റെ പുത്രനായ വജ്രനെ യാദവരുടെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അതിനുശേഷം ഞാൻ വ്യാസഭഗവാനെ കണ്ടു. രാജ്യം ഉപേക്ഷിച്ച് മഹാപ്രാസ്തനത്തിന് പുറപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം അത് അംഗീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. അർജുനന്റെ നിർദ്ദേശം സഹോദരന്മാർക്കെല്ലാം സ്വീകാര്യമായിരുന്നു. ഇനിയും ഒരു നിമിഷം പോലും അരമനയിൽ താങ്ങാതെ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുകയാണ് വേണ്ടതെന്ന് യുധിഷ്ഠിരൻ തീരുമാനിച്ചു. എല്ലാവരും കുളി കഴിഞ്ഞു വന്ന് കൃഷ്ണനും ബലരാമനും മറ്റു ബന്ധുജനങ്ങൾക്കും തിലോദകം കൊടുത്തു. വ്യാസനും യജ്ഞവാലിക്കർ തുടങ്ങിയ മഹർഷിമാരെ വരുത്തി അവരെ വിശിഷ്ട ഭോജ്യങ്ങൾ ഭുജിപ്പിച്ചുകൊണ്ട് ശ്രാദ്ധവും നടത്തി. അഭിമന്യു പുത്രനായ പരീക്ഷത്തിനെ രാജാവാക്കി പട്ടാഭിഷേകം ചെയ്തു. അദ്ദേഹത്തെ സഹായിക്കുവാനുള്ള ചുമതല ധൃതരാഷ്ട്രന്റെ വൈശ്യപുത്രനായ യുയുത്സുവിനെ ഏൽപ്പിച്ചു. സുഭദ്രയെ അന്തഃപുര കാര്യങ്ങളും അരമനയുടെ ചുമതലയും ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്കും പാണ്ഡവന്മാർ പാഞ്ചാലിയോടും കൂടി മഹാപ്രസ്ഥാനത്തിന് പോകുന്നതിനുള്ള വാർത്ത നാട്ടിലെല്ലാം പരന്നു. അവർ ഇനിയും തിരിച്ചു വരികയില്ലെന്നറിഞ്ഞ പൗരജനങ്ങൾ അവരെ കാണുവാനായി വന്നിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വളരെ സന്തോഷിച്ചു. അവസാനമായി അവരോട് യാത്ര പറയുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കൃതാർത്ഥതയുമുണ്ടായി. അവരോടെല്ലാം തൊഴുകൈകളോട് യുധിഷ്ഠിരൻ യാത്ര പറഞ്ഞു. പ്രജകൾ വളരെയേറെ ദുഃഖിച്ചു. ചിലർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തന്നെ ചെയ്തു. പാണ്ഡവന്മാരും പാഞ്ചാലിയും രാജകീയ വേഷമെല്ലാം ഉപേക്ഷിച്ചു. അവർ ചീരവും വൽക്കരവും ധരിച്ച് താപസന്മാരെ പോലെ അരമന വിട്ടിറങ്ങി. നഗരപ്രാന്തം വരെ അരമനയിലുള്ളവരും നഗരവാസികളും അവരെ അനുയാത്ര ചെയ്തു. അനന്തരം അവരെല്ലാം പാണ്ഡവർ നിർബന്ധിച്ച് തിരിച്ചയച്ചു. ഹസ്തിനപുരം വിട്ട് പാണ്ഡവരും പാഞ്ചാലിയും മുന്നോട്ട് നീങ്ങി. ഏറ്റവും മുന്നിൽ യുധിഷ്ഠിരനും അതിന്റെ പിന്നിലായി യഥാക്രമം ഭീമസേനനും അർജുനനും നകുലനും സഹദേവനും പാഞ്ചാലിയും എന്നിവർ നടന്നു വന്നു. അപ്പോഴേക്കും അവരുടെ കൂടെ ഒരു നായയും കൂടി ചേർന്ന് കഴിഞ്ഞിരുന്നു. അവർ ആദ്യം കിഴക്കോട്ടാണ് പോയത്. പല രാജ്യങ്ങളിലും സന്ദർശിച്ച് പല പഴുകളും താണ്ടി പല സമുദ്ര തീരങ്ങളും സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ തേജോമയവനായ ഒരു പുരുഷൻ അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. ആളെ മനസ്സിലാകാതെ എല്ലാവരും ആ പുരുഷോത്തമനെ തന്നെ ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഗ്നിദേവനാണ്. ഞാനാണ് ഗാണ്ഡവം ദഹിപ്പിച്ചത്. ആ അവസരത്തിൽ ഗാണ്ഡീവം എന്ന മുഖ്യചാപം ഞാൻ വരുണനോട് വാങ്ങിയാണ് അർജുനന് നൽകിയത്. ഇനിയും അർജുനന് അതിൻ്റെ ആവശ്യമില്ല. അത് വരുണന് മടക്കി കൊടുക്കണം. അത് തിരിച്ചു വാങ്ങുവാനാണ് ഞാൻ വന്നത്. പാണ്ഡവന്മാരെല്ലാം അവരുടേതെല്ലാം ഉപേക്ഷിച്ചാണ് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടതെങ്കിലും അർജുനൻ ഗാണ്ഡീവവും ആവനാഴിയും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അഗ്നിഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ വരുണന് മടക്കി കൊടുക്കുമെന്ന സങ്കല്പത്തോടെ അർജുനൻ ഗാണ്ഡീവവും ആവനാഴിയും വെള്ളത്തിലേക്ക് എറിഞ്ഞു. അതോടെ അഗ്നിഭഗവാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ക്രമേണ പാണ്ഡവർ ഹിമാലയത്തിലെത്തി. ഹിമാലയത്തിന്റെ മറുപുറത്ത് നടന്നീങ്ങുവാൻ വളരെ പ്രയാസമുള്ള മണലാരണ്യമാണ്. ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടി അവർ യാത്ര തുടർന്നു. അപ്പോഴും ആ നായ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. വിദൂരത്തിൽ മന്ദരം, സുമേരു തുടങ്ങിയ പർവ്വതങ്ങൾ അവർ കണ്ടു. ദേഹചിന്ത അവർക്കില്ലായിരുന്നു. തന്മൂലം വിശപ്പും ദാഹവും അവരെ ബാധിച്ചിരുന്നില്ല. എങ്കിലും ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ഉണ്ടായിരുന്നു. വീണ്ടും കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ എല്ലാവർക്കും പിന്നിൽ നടന്നിരുന്ന പാഞ്ചാലി തളർന്നു വീണ് മരിച്ചു.
അവൾ മരിച്ചു വീണത് കണ്ടപ്പോൾ ഭീമസേനൻ ധർമ്മപുത്രനോട് ചോദിച്ചു, അല്ലയോ പരന്തപ, ഈ രാജപുത്രി അധർമ്മമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും ഭൂമിയിൽ മരിച്ചു വീഴുവാൻ കാരണം എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, നാം എല്ലാം ഇവർക്ക് തുല്യരായിരുന്നിട്ടും അവൾക്ക് അർജുനനോട് പ്രത്യേക പ്രീതി ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലം അവൾ ഏൽക്കുകയാണ്. യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം ദൃഢമനസ്കനായി മുന്നോട്ട് തന്നെ നടന്നു. പിന്നെയും കുറച്ചു ദൂരം കൂടി പോയപ്പോൾ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന സഹദേവൻ മരിച്ചു വീണു. ഇത് കണ്ട് ഭീമസേനൻ ചോദിച്ചു, നമ്മയെല്ലാം ശുശ്രൂഷിക്കുന്ന ഇവൻ അഹങ്കാരമില്ലാത്തവനായിരുന്നുവല്ലോ, ഈ മാതൃപുത്രൻ എന്തേ വീണുപോയത്? യുധിഷ്ഠിരൻ നിസ്സംഗനായി പറഞ്ഞു, തന്നെ പോലെ പ്രജ്ഞാനിയായി ആരുമില്ലെന്ന് അവൻ വിചാരിച്ചിരുന്നു. ആ ദോഷം കൊണ്ടാണ് ഈ രാജപുത്രൻ വീണുപോയത്. യുധിഷ്ഠിരനൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അധികം താമസിച്ചില്ല, നകുലൻ മരിച്ചു വീണു. ഇത് കണ്ട് ഭീമൻ വ്യസനത്തോടെ ജ്യേഷ്ഠനോട് ചോദിച്ചു, ധർമ്മത്തിന് ഭ്രംശം വരുത്താത്തവനും ഭ്രാതാവിന്റെ വാക്കിനെ എപ്പോഴും അനുസരിക്കുന്നവനുമായ നകുലൻ മരിച്ചു വീണിരിക്കുന്നു. കാരണമെന്താണ്? അഴകിൽ തന്നോട് കിടയായി ലോകത്തിൽ ആരുമില്ലെന്നായിരുന്നു നകുലന്റെ വിചാരം. അതിന്റെ ഫലമാണ് അവന്റെ വീഴ്ചയ്ക്ക് കാരണം. ധർമ്മപുത്രൻ വൃക്കോദരനോട് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. ഉടൻ തന്നെ ശത്രു നിശുദ്ധനായ വിജയൻ ശോകസന്തപ്തനായി വീണു. പുരുഷവ്രാക്രനായ അർജുനൻ മരിക്കുന്നത് കണ്ട് ഭീമൻ രാജാവിനോട് ചോദിച്ചു, അർജുനൻ കളിയായിട്ട് പോലും കള്ളം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല, എന്നിട്ടും ഇവനും വീണുപോയല്ലോ, എന്തുകൊണ്ട്? ഒറ്റ പകൽ കൊണ്ട് ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചു കളയാമെന്നുള്ള ഡംഭമാണ് അവനുണ്ടായിരുന്നത്. എന്നാൽ അപ്രകാരം അവൻ ചെയ്തതുമില്ല, അതുകൊണ്ടാണ് അവൻ വീണത്. യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ മുന്നോട്ട് നടന്നു. ഉടൻ തന്നെ ഭീമൻ വീണു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു ചോദിച്ചു, ഹേ രാജേന്ദ്ര, ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഞാനും വീണിരിക്കുന്നു, മരിക്കുവാൻ പോകുന്നു, എന്തുകൊണ്ട്? ഭീമന്റെ ശബ്ദം കേട്ടിട്ടും ഭീമൻ വീണുവെന്നറിഞ്ഞിട്ടും യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം മുന്നോട്ട് നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ശക്തിയിൽ നിന്നോട് തുല്യനായി ആരുമില്ലെന്ന് നീ വമ്പു പറഞ്ഞു. ഉണ്ണുമ്പോൾ മറ്റുള്ളവർക്ക് വേണമെന്നുള്ള വിചാരം നിനക്കുണ്ടായിരുന്നില്ലാതാനും. അതുകൊണ്ടാണ് ഭീമ നീ വീണത്. ധർമ്മപുത്രൻ പിന്നെയും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നു. അപ്പോഴും ഈ നായ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഭൂമിയും ആകാശവും ദിക്കുകളും ശബ്ദമുഖരിതമാക്കിക്കൊണ്ട് ദേവേന്ദ്രൻ തേരുമായി യുധിഷ്ഠിരന്റെ മുന്നിലെത്തി. സ്വർഗത്തിലേക്ക് പോകുവാനായി രഥത്തിൽ കയറുവാൻ യുധിഷ്ഠിരനോട് അപേക്ഷിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, പുരന്തര, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ അനുജന്മാരെയും പാഞ്ചാലിയെയും കൂടി കൊണ്ടുപോകണം. അവർ വഴിയിൽ വീണുപോയി, അവരോടുകൂടി ഇല്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകുവാൻ ഇച്ഛിക്കുന്നില്ല. ഇന്ദ്രൻ പറഞ്ഞു, അവർ മർത്യശരീരം വിട്ട് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. അങ്ങയ്ക്കുടലോടെ സ്വർഗത്തിലെത്താം. അവിടെ ചെല്ലുമ്പോൾ അനുജന്മാരെയും കൃഷ്ണനെയും അങ്ങയ്ക്ക് അവിടെ കാണാം. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നിൽ കുറെ കൂടി എന്നെ ഇത്ര ദൂരം പിന്തുടർന്ന ഈ നായയെ കൂടി എൻ്റെ കൂടെ കൊണ്ടുപോകണം. ഇന്ദ്രൻ പറഞ്ഞു, നായകളെയും കൊണ്ടു നടക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് ഒരു സ്ഥാനവുമില്ല, അതുകൊണ്ട് അങ്ങ് നായയെ ഉപേക്ഷിക്കും. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭക്തന്മാരെ ഉപേക്ഷിക്കുന്നത് വലിയ പാപമാണ്. ഈ നായ എൻ്റെ ഭക്തനാണ്, രക്ഷിക്കാൻ ആരുമില്ലാതെ ദുഃഖിക്കുന്നവനാണ്, അവൻ ഭീതനാണ്. ഇങ്ങനെയുള്ള ഈ ജീവിയെ നിരാധാരനായി തള്ളിക്കളയണമെന്നാണോ? അതുകൊണ്ട് എന്തു വന്നാലും കൊള്ളാം, ഞാൻ ഈ നായയെ എൻ്റെ സുഖം മാത്രം നോക്കി ഉപേക്ഷിക്കുകയില്ല. ഇന്ദ്രൻ പറഞ്ഞു, യുധിഷ്ഠിര, നായയെ ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗലോകം ലഭിക്കും. നീ എന്തേലും ത്യജിച്ചു. നിന്റെ സഹോദരന്മാരെ വിട്ടു, പ്രിയങ്കരിയായ ദ്രൗപദിയെയും വിട്ടു. അങ്ങനെ മഹത്വമേറിയ പലതും ത്യജിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് ഈ നായയെ ത്യജിക്കാത്തത്? ത്യാഗത്തെ ചൊല്ലി നീ അബദ്ധം കാണിക്കുകയാണോ? യുധിഷ്ഠിരൻ പ്രതിവചിച്ചു. മരിച്ചുപോയവരോട് ബന്ധുത്വമോ ശത്രുത്വമോ പാടില്ലെന്നുള്ളത് ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വമാണ്. എൻ്റെ സഹോദരന്മാരും പാഞ്ചാലിയും മരിച്ചു വീണു. അവർക്ക് ജീവൻ നൽകുവാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നതുകൊണ്ട് ഞാൻ അവരെ ത്യജിച്ചു. എന്നാൽ ഈ നായയുടെ കാര്യം അങ്ങനെയല്ല. അവൻ ജീവനോടെ എന്നെ പിന്തുടർന്നു. എന്നെ രക്ഷിക്കണേ എന്ന ഭാവത്തിൽ എന്നെ നോക്കുന്നു. ഇവനെ ത്യജിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ധർമ്മപുത്രൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അതുവരെ തന്നെ പിന്തുടർന്നു വന്ന നായ തൻ്റെ സ്വന്തം രൂപം പ്രത്യക്ഷപ്പെടുത്തി. അത് ധർമ്മസ്വരൂപനായ യമധർമ്മനായിരുന്നു. യമധർമ്മൻ ധർമ്മപുത്രനിൽ സംതൃപ്തനായി. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, സ്വഭാവം കൊണ്ടും ബുദ്ധി കൊണ്ടും സർവ്വജീവിയിലുമുള്ള കനിവ് കൊണ്ടും നീ പിതാവിന് ചേർന്ന പുത്രൻ തന്നെയാണ്. മുമ്പൊരിക്കൽ ദ്വൈതവനത്തിൽ വെച്ച് നിന്നെ ഞാൻ പരീക്ഷിച്ചു. വെള്ളം കുടിക്കുവാൻ വന്ന നീ നിന്റെ അനുജന്മാർ മരിച്ചു വീണപ്പോൾ ഓർക്കുന്നില്ലേ? അന്ന് നിന്റെ സ്വന്തം ഭ്രാതാക്കളെ ഭീമാർജുനന്മാരെ ഉപേക്ഷിച്ചിട്ട് ഇളയമ്മയുടെ നന്മയ്ക്കായി അവരുടെ പുത്രൻ നകുലനെ ജീവിപ്പിക്കുവാനാണ് നീ എന്നോട് അപേക്ഷിച്ചത്. ഇന്നിതാ ഒരു നായ നിന്റെ ഭക്തനാണെന്നുള്ള ചിന്ത കൊണ്ട് നീ സ്വർഗം പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ഇത്രയും മഹത്തായ ത്യാഗം ചെയ്തിട്ടുള്ളവരാരും സ്വർഗത്തിലില്ല. ആകയാൽ നിനക്കുടലോടുകൂടി തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നു.
ഉടൻ തന്നെ ദേവന്മാരും ഗന്ധർവന്മാരും ദേവഋഷിമാരും മറ്റും യുധിഷ്ഠിരന്റെ ചുറ്റും കൂടി. ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ദേവേന്ദ്രൻ, യമധർമ്മൻ തുടങ്ങിയവരുടെ അകമ്പടിയോടെ ധർമ്മപുത്രൻ ദേവരഥത്തിൽ കയറി മേൽപോട്ട് പൊങ്ങി. അപ്പോൾ ദേവന്മാരുടെ ഇടയിൽ നിന്നിരുന്ന ലോകവിമുക്തനായ നാരദ മഹർഷി പറഞ്ഞു: സ്വർഗത്തിലെത്തിയിട്ടുള്ള പല രാജഹർഷികളുടെയും കീർത്തിയെ നിഷ്പ്രഭമാക്കും വിധം കുരുനന്ദനൻ ഉജ്ജ്വല തേജസ്വിയായി ഉയർന്നു നിൽക്കുന്നു. ഈ പാണ്ഡവനൊഴികെ ഉടലോടുകൂടി മറ്റൊരാളും സ്വർഗത്തിൽ വന്നതായി ഞാൻ അറിയുന്നില്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: നല്ലതായാലും ചീത്തയായാലും എൻ്റെ അനുജന്മാർക്കുള്ള ഇടമതോ അതുമതി എനിക്കും. അവർ ഇരിക്കുന്നിടത്തെത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ലോകങ്ങളൊന്നും എനിക്ക് വേണ്ട. അപ്പോഴേക്കും വിമാനം സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു: യുധിഷ്ഠിര, ഭവാൻ ഇവിടെ വാണാലും സ്വന്തം കർമ്മത്തിൻ്റെ പുണ്യം ഭവാൻ ലഭിച്ചിരിക്കുന്നു. ഇത് സ്വർഗമാണ്. നിന്റെ സഹോദരന്മാർ ആരും ഈ സ്ഥാനത്തെത്തിയിട്ടില്ല. നീ എന്താണിപ്പോൾ മനുഷ്യ സഹജമായ സ്വഭാവത്തിൽപ്പെട്ട് നിൽക്കുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു: ഇതെവിടെയാണേലും എനിക്ക് വലിയ കാര്യമല്ല. എൻ്റെ സഹോദരന്മാരും പാഞ്ചാലിയും വസിക്കുന്നത് എവിടെയാണോ അവിടേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ കൂടിയില്ലാതെ ഒരിടത്തും വാഴുവാൻ ഞാൻ തയ്യാറല്ല. ഇതോടുകൂടി മഹാപ്രാസ്തനിക പർവം സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം സ്വർഗാരോഹണ പർവമാണ്. തുടരും.